എക്സാം എക്സാം ഹാളിലേക്ക് കയറി ചെന്ന് കിട്ടും ക്വസ്റ്റ്യൻ ആദ്യം ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ഇങ്ങനെ വായിച്ചു നോക്കി പരീക്ഷ എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ആദ്യം നടന്നു പേര് എഴുതണം, പിന്നെ ഓരോന്ന് ആദ്യം അറിയുന്ന വിഷയം അപ്പൊ നമുക്ക് ചിലപ്പോൾ 1 മുതൽ 100 വരെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 100ാമത്തെ ഉത്തരം പക്ക അറിയുന്നുണ്ടെങ്കിൽ 100 എന്ന നമ്പർ എന്നിട്ട് എഴുതി തുടങ്ങി ഗാന്ധിജി ആരായിരുന്നു എന്നാണ് ആ 100ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദ്യം എന്നുണ്ടെങ്കിൽ ഗാന്ധിജി രാഷ്ട്രപിതാവായിരുന്നു. അത് എസ് ആണോ ചോദിക്കുന്നുണ്ടെങ്കിൽ എസ് ആണെങ്കിൽ എസ് ആയിട്ട് എഴുതി. എക്സാം എന്ന് പറഞ്ഞാൽ ഏതൊരു എക്സാമിന്റെ മെയിൻ ഉദ്ദേശം അറിവ് എത്രത്തോളം ഉണ്ട് എന്ന ഒരു ചെറിയൊരു പരീക്ഷ. ഏത് എക്സാം ആയാലും 10ാം ക്ലാസ്സിലെ എക്സാം ആയാലും ശരി, ഡിഗ്രി, +2, ഡിഗ്രി, PG, അതൊക്കെ കൂടാതെ ഇപ്പം നമുക്ക് എൻട്രൻസുകൾ, അതേപോലെ IIT-കളുടെ മറ്റേ വലിയ വലിയ തലങ്ങളിലേക്കുള്ള IAS എക്സാം, ഏത് എക്സാമും നിശ്ചിത സമയത്തിനുള്ളിൽ തലച്ചോറിൽ എത്രത്തോളം പ്രതികരണ ശേഷിയുണ്ട്, എത്രത്തോളം ഫാസ്റ്റായിട്ട് മെമ്മറി വർക്ക് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഒരു ചെറിയൊരു പരീക്ഷണം. ഒരു എക്സാം എഴുത്ത് പരീക്ഷ എഴുതിയിടുന്ന ഒരാളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവില്ല, ഒരാളും നേരെ പോയിട്ട് IAS ഉദ്യോഗസ്ഥനാവില്ല. അവിടുന്ന് പരീക്ഷ വീണ്ടും വരും. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പല പല പരീക്ഷണങ്ങളുണ്ടായിരിക്കും. നമ്മൾ ബ്രഹ്മകുമാരീസ് പോയാൽ എന്നും പറയാവുന്നതാണ്, ഭയങ്കര ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് പേപ്പറിനെ കൈകാര്യം ചെയ്യുന്നിടത്തുള്ള വിഷയം വേണമെങ്കിൽ ചെയ്യാൻ. അപ്പൊ അവിടെ വിജയന്റെ തോൽവിയുണ്ട്. ബ്രഹ്മകുമാരീസ് അത് അനവധി ടെസ്റ്റ് പേപ്പർ. അപ്പൊ ബ്രഹ്മബാബ, അതേപോലെ മമ്മ, ഇതൊക്കെ ടെസ്റ്റ് പേപ്പർ എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ മഹാരഥികളിൽ പോലും തോൽവികൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ശിവബാബ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മബാബയിൽ സംഭവിച്ചത് എന്തെങ്കിലും ഉണ്ടായിരുന്നു, സംഭവിച്ചത്. എന്നിട്ട് അവർക്ക് നമ്പർ 1 ആയിട്ടുണ്ട്. അവരാണ് ടൈം ലിമിറ്റ്. അതാണ് സമയത്തിനുള്ളിൽ, നിശ്ചിത സമയത്തിനുള്ളിൽ അവർക്ക് നൽകിയ പരീക്ഷയിൽ അവർ പാസ്സായി. ഇതാണ് സംഭവിക്കുന്നത്. അതായത് ബ്രഹ്മകുമാരീസിൽ 33 കോടിയുടെ ടെസ്റ്റ് പേപ്പറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 33 കോടി പേരുടെ പരീക്ഷയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മകുമാരീസിനെ പറ്റി അറിയുന്നവൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം. ഈ 33 കോടിയിലുള്ളവന്മാരുടെ ടൈം ലിമിറ്റ്, നിശ്ചിതമായ സമയം. ചിലർക്ക് ഈ പറഞ്ഞ പോലെ അവസാനത്തിലാവും ബ്രഹ്മകുമാരീസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടും. പക്ഷെ അവസാന സമയം, അതാണ് ലാസ്റ്റ് സോ ഫസ്റ്റ് എന്ന് പറയും. അവസാനത്തിന് മനസ്സിലായി, അവസാനത്തെ ജന്മത്തിൽ അവസാനത്തെ ടൈമിൽ, അതായത് സംഗമയുഗത്തിന്റെ അവസാനം, 100 വർഷത്തിന്റെ അവസാനത്തെ 80 വർഷത്തിന്റെ 20ാമത്തെ അവസാനത്തെ അതിൽ, അതായത് ആ 80 വർഷം ഇയാൾക്ക് ഇതിനെപ്പറ്റി ഒരു പിടുത്തം കിട്ടിയില്ല, അങ്ങോട്ട് എത്തിയില്ല. പക്ഷെ ആ 20ാമത്തെ വർഷം, ലാസ്റ്റ് എടുക്കുന്ന ആ 20ാമത്തെ വർഷമാണ് ഈ വ്യക്തിക്ക് അത് കിട്ടി. എന്താണ് ബ്രഹ്മകുമാരീസ്, എന്താണ് അവിടുത്തെ ടെസ്റ്റ് പേപ്പർ, എന്താണ് അവിടുത്തെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയിട്ട് ആ 20 വർഷത്തിന്റെ ഉള്ളിൽ ആള് പാസ്സായാൽ ടെസ്റ്റ് പേപ്പറൊക്കെ എഴുതി പാസ്സായാൽ ആ ആളിന് ഈ പറഞ്ഞ പോലെ ഈ നമ്മളെ ആദിയിൽ അറിഞ്ഞ ബ്രഹ്മാവ്, സരസ്വതി അവരുടെ കൂടെ ഇരിക്കാനുള്ള അവസരമുണ്ട്. അവിടെയാണ് ബാബ പറഞ്ഞ നമ്പേഴ്സ്. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ, ത്രിമൂർത്തി, പിന്നെ അഷ്ടരത്നങ്ങൾ 8. ആദ്യം 3, 8, പിന്നെ 108, അത് കഴിഞ്ഞിട്ട് 16,108. ചെറിയ വിഷയമല്ലട്ടാ. അതും കഴിഞ്ഞിട്ട് 9 lakh, പിന്നെയാണ് 9 ലക്ഷം. അത് കഴിഞ്ഞിട്ടാണ് 33 10 ലക്ഷം കോടി. ഈ നമ്പറാണ്. എന്തുകൊണ്ട് 33 കോടി? എല്ലാവരും സനാതന ധർമ്മത്തിലുള്ളവരാണ്. എങ്ങാനും കാറ്റഗറി, അതായത് ഉത്തമം, മധ്യമം,
കനിഷ്ഠം, ഉത്തമം, മധ്യമം, കനിഷ്ഠം. ഈ സംഭവങ്ങൾ ഞാൻ ഇപ്പൊ എന്ത് പറയുന്നത് ഒക്കെ കണക്റ്റഡ് ആട്ടോ, ഒക്കെ കണക്റ്റഡ്. ഇതിൽ ഗ്രഹപ്പിഴ വരുന്നുണ്ട്, ഇതിൽ ആരോഗ്യം വരുന്നുണ്ട്, ഇതിൽ പെണ്ണ വിഷയം വരുന്നുണ്ട്. ഞാൻ ഇനിയും കുറച്ചും കൂടെ വിഷയങ്ങൾ എടുത്തിടാണ്. അപ്പൊ അതും കണക്റ്റഡ് ആയിരിക്കും. അതായത് ഒന്നും കണക്ഷൻ ഇല്ലാതെ വരുന്നില്ല. 5 മിനിറ്റിന്റെ കൂടുതലായി. അപ്പൊ നമുക്ക് എക്സാമിനെ പറ്റിയിട്ട് അടുത്ത ദിവസം സംസാരിക്കാം. കേട്ടെ.